എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഡിസംബർ മാസം പകുതിയിൽ നമ്മളെത്തി. ഒരു പുതിയ ആഴ്ച നമ്മൾ ആരംഭിക്കുകയാണ്. കർത്താവ് വിശ്വസ്തൻ. ഇന്ന് ഈ പ്രവൃത്തി ദിവസം നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങളുടെ മേൽ ഒരു വലിയ ദൗത്യം കിടപ്പുണ്ട്. സുവിശേഷം എന്ന ദൗത്യം. സുവിശേഷീകരണം എന്നുള്ളത് രക്ഷിക്കപ്പെട്ട് കർത്താവ് വിളിച്ചു വേർതിരിച്ച എല്ലാ വ്യക്തികളുടെയും ദൗത്യമാണ്. നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്ന അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം. അതിൽ മുഴുവൻ കാണുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ മുഴുവൻ കാണുന്നതും ആത്മാക്കളെ നേടുക എന്ന ഒരു വലിയ ദൗത്യമാണ്. ഉയരത്തിലെ ശക്തി ലഭിച്ച ശേഷം നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് കർത്താവ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലായിടത്തും പോയി വെറുതെ സാക്ഷ്യം പറഞ്ഞിട്ട് വരുന്നതാണോ? പ്രസംഗിച്ചിട്ട് വരുന്നതാണോ? അല്ല. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ അടുക്കൽ നിന്നുകൊണ്ട് പറഞ്ഞത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരെ ശിഷ്യപ്പെടുത്തി അവരെ സഭയാക്കി മാറ്റുക, അവരെ ഒരു ഫെലോഷിപ്പാക്കി മാറ്റുക. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ വാക്യം, ഈ ലോകാവസാനത്തോളം എല്ലാ നാളും ഉണ്ട് എന്ന വാക്ക് എല്ലാവരും എടുത്ത് അവരവരുടെ വാക്കായിട്ട് പറയാറുണ്ട്. കർത്താവ് എല്ലാ നാളും എല്ലാവരുടെയും കൂടെ ഉണ്ടെന്നല്ല, സുവിശേഷം പറയുന്നവരുടെ കൂടെ, രക്ഷിക്കപ്പെടുന്നവരെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുന്നവരുടെ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് കർത്താവ് കൂടിയിരിക്കും. അല്ലാതെ വണ്ടി ഇടിക്കാൻ വരുമ്പോൾ കാക്കുന്നത് മാത്രമല്ല, ഒരു പ്രശ്നം വരുമ്പോൾ വിടുവിക്കുന്നത് മാത്രമല്ല, ഒരു വിടുതൽ കിട്ടുന്നത് മാത്രമല്ല കൂടെയിരിക്കുക, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിക്കാനാണ് കർത്താവ് കൂടെ വരുന്നത്. വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ, വേല തികയ്ക്കാൻ, സഹായിക്കാൻ കർത്താവ് കൂടെയിരിക്കും. ഇന്ന് കർത്താവിൻ്റെ ശരീരം നമ്മളാണ്. സഭയാണ് കർത്താവിൻ്റെ ശരീരം. കർത്താവിനൊരു ശരീരം മറിയയുടെ ഉദരത്തിലൂടെ ലഭിച്ചു. എന്നാൽ ആ ശരീരത്തെ തകർക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ആ ശരീരം തകർന്നപ്പോൾ ആ ശരീരത്തിൻ്റെ തകർച്ചയിൽ നിന്നുണ്ടായി വന്നതാണ് എൻ്റെ രക്തത്തിൽ പുതിയ നിയമം എന്ന സഭ. ഒന്നുകൂടി പറഞ്ഞാൽ, യേശു പറഞ്ഞു, കോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ തനിയിരിക്കും, ചത്താൽ വലിയ വിളവുണ്ടാകും. യേശു ഒറ്റക്ക് ചെയ്തത് ഓരോരുത്തരെയും അതിനേക്കാൾ വലിയ മടങ്ങിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് ദൈവസഭ. അങ്ങനെ യേശുവിൻ്റെ ശരീരം എവിടെയെല്ലാം പോയി പ്രാർത്ഥിക്കുന്നുവോ, സുവിശേഷം അറിയിക്കുന്നു, അവിടെയെല്ലാം കർത്താവിൻ്റെ ശക്തി കർത്താവ് ഭൂമിയിലായിരുന്നതിനേക്കാൾ പല മടങ്ങായിരിക്കുമെന്നാണ് പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. അപ്പൊ യേശു എന്താ ചെയ്തത്? യേശു പാർത്ത വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണോ ചെയ്തത്? മറിയയുടെയും ജോസഫിൻ്റെയും അവിടുത്തെ പിള്ളേരുടെയും കാര്യം മാത്രം നോക്കിയാണ് യേശു ജീവിച്ചത്? യേശുവിൻ്റെ അടുക്കൽ വന്ന് എല്ലാവരെയും വിടുവിച്ചു. അത് ഭൂതബാധിതരാണോ സ്വതന്ത്രരാക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. അത് കുറച്ചൊന്നുമല്ല, 4 സുവിശേഷത്തിൽ എഴുതിയതൊന്നുമല്ല യേശു ചെയ്തത്. അത് വെറും സാമ്പിൾ മാത്രം. ഈ ശിഷ്യന്മാർ ഓർത്തിരുന്ന ചില കാര്യം, അല്ലെങ്കിൽ പരിശുദ്ധാത്മ ഓർപ്പിച്ച നമുക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ, അത്രയും മാത്രമേ നമുക്ക് ലഭിച്ചു. യോഹന്നാൻ സുവിശേഷം പറയുമ്പോൾ, ആ യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ പറയുന്ന കാര്യമുണ്ട്, യേശു ചെയ്ത കാര്യം
എഴുതുകയാണെങ്കിൽ ഭൂമിയിൽ ഉള്ള പുസ്തകങ്ങളോ ഒന്നും തികയത്തില്ല. ഭൂമിയിൽ യേശു ചെയ്ത കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചാൽ ഭൂമിയിൽ മനുഷ്യർക്ക് പാർക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അത്രയും പുസ്തകം തന്നെ എഴുതി അടുക്കി വെക്കണമായിരുന്നു. 3.5 കൊല്ലം കൊണ്ട് യേശു സൗഖ്യമാക്കിയ ചരിത്രങ്ങൾ അതാണ്. നമുക്കാകെ അറിയാവുന്ന ലാസറും യായിറോസും രക്തസ്രാവക്കാരത്തിയും ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നാൽ യേശു ചെയ്തത് കണക്കില്ലാത്ത അത്ഭുതങ്ങളായിരുന്നു. ആ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. അത് ഓരോ വ്യക്തികൾക്കും ആ ദൗത്യം തന്നിരിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞവരാണ് വിശ്രമമില്ലാതെ കർത്താവിന് വേണ്ടി കത്തി ജ്വലിച്ചത്. അതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. ഇന്ന് നമ്മൾ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസിനെ കാണുകയാണ്. ഏകദേശം ഒരു 12-ാം അധ്യായത്തോടെ പത്രോസിന്റെ കാര്യങ്ങൾ അവിടെ തീരുകയാണ്. എന്നാൽ പൗലോസിന്റെ ചരിത്രം ആരംഭിക്കുന്നേ ഉള്ളൂ. പിന്നീട് മുഴുവനും പൗലോസിന്റെ ചരിത്രമാണ്. യേശുവിനെ ജഡത്തിൽ കണ്ടിട്ടില്ല, ആത്മാവിൽ കണ്ടിട്ടുണ്ട്. യേശുവിന്റെ കൂടെ 3.5 കൊല്ലം നടന്നവനല്ല. യേശുവിന്റെ കയ്യിൽ നിന്ന് വർദ്ധിപ്പിച്ച അപ്പം വാങ്ങി തിന്നിട്ടില്ല. യേശു കടലിന്റെ മീതെ നടന്നപ്പോൾ ആ വള്ളത്തിലില്ല. അങ്ങനെ വലിയ അത്ഭുതങ്ങളൊന്നും കണ്ടവനല്ല. എന്നാൽ 1 കൊരിന്ത്യർ 11:23 പറയുന്ന പോലെ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തു. അത് എന്തെന്നാൽ എല്ലാം കർത്താവിൽ നിന്ന് പ്രാപിച്ചു. കർത്തൃമേശ പോലും, ആ തിരുവത്താഴ ശുശ്രൂഷ പോലും 12 ശിഷ്യന്മാര് അവിടെ ഇരുന്ന് കണ്ടു, വിരിച്ചൊരുക്കിയ വൻ മാളികയിൽ. പൗലോസോ അതൊരു ദർശനത്തിൽ കണ്ടു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ കണ്ടവരെക്കാൾ ദർശനത്തിൽ കണ്ടവർ ശക്തരാണ്. നമ്മൾ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരല്ല, നമ്മളിപ്പോഴാണ് ജീവിക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാറില്ലയോ, കർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് ആ പടകിലൊക്കെ ഒന്ന് കയറി കർത്താവിൻ്റെ കൂടെ ഒന്ന് പോകാൻ പറ്റിയില്ലല്ലോ? ഇല്ല. എന്നാൽ കർത്താവ് തന്നെ പറഞ്ഞു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. കണ്ടിട്ട് വിശ്വസിക്കുന്നവരായിരുന്നു അപ്പോസ്തലന്മാരെങ്കിൽ ഇന്നുള്ളവർ അതിനേക്കാൾ മികച്ചവരാണെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. കാണാതെ വിശ്വസിക്കുന്നവർ അനുഗ്രഹീതർ. അതിൻ്റെ അർത്ഥം പൗലോസിനെ പോലെ, പൗലോസ് കണ്ടില്ല, എന്നാൽ കാണാതെ അത് വിശ്വസിച്ച് അതെല്ലാം പ്രാപിച്ചെടുത്തു. യേശുവിനെ ദർശനത്തിലേ കാണാൻ കഴിഞ്ഞുള്ളൂ. നിങ്ങൾക്കും എനിക്കും ദർശനത്തിലും സ്വപ്നത്തിലും വെളിപ്പാടിലും വചനധ്യാനത്തിലൂടെ എല്ലാം നമുക്ക് യേശുവിനെ കാണാൻ കഴിയും. യേശുവിനെ കാണാൻ കഴിയണം. അത് പൗലോസ് കണ്ടതുപോലെ. മാത്രമല്ല, യേശു ഒരു കാര്യം പറഞ്ഞു. യേശു പറഞ്ഞൊരു ഉപമയുണ്ട്. ഒരു രാജാവ് ഇടയൻ ആടുകളെ വേർതിരിക്കുന്ന പോലെ കോലാടുകളെയും ചെമ്മരിയാടുകളെയും തമ്മിൽ വേർതിരിച്ചു. എന്നിട്ട് വലതുവശത്തുള്ള ചെമ്മരിയാടുകളോട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ കഴിക്കാൻ തന്നു, ഞാൻ രോഗിയായപ്പോൾ എന്നെ കാണാൻ വന്നു, ഞാൻ തടവിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ കണ്ടു, രോഗിയായിരുന്നപ്പോൾ എന്നെ ശുശ്രൂഷിച്ചു, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, നിന്നെ നഗ്നനായും രോഗിയായും തടവിലും വിശന്നൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ എളിയവർക്ക് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്കാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിനെ കാണുക എന്ന് പറയുന്നത് നമുക്ക് വ്യക്തികളിൽ കാണാൻ കഴിയുമെന്നാണ് യേശു അവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ ആ സഹായം കൊടുക്കുന്ന നമ്മൾ ആരെ സഹായിക്കാൻ പോകുന്നോ ആ വ്യക്തിയെ യേശുവായിട്ട് കണ്ടാൽ നമുക്ക് ആ വ്യക്തിയെ വളരെയധികം സഹായിക്കാനും ശുശ്രൂഷിക്കാനും കഴിയും. ഈ എളിയവർക്ക് ചെയ്തത് നിങ്ങൾ എനിക്ക് ചെയ്തത്. ഇന്ന് ഞാൻ വചനത്തിൻ്റെ ഒരു വെളിപ്പാട് നിങ്ങളോട് പറയുകയാണ്. ദർശനത്തിൽ യേശുവിനെ കാണുക, വെളിപ്പാടിലും സ്വപ്നത്തിലും യേശുവിനെ കാണുക, ബൈബിൾ വായിക്കുമ്പോൾ യേശുവിനെ കാണുക, മറ്റുള്ളവരിൽ
തകർന്നവരിൽ യേശുവിനെ കാണുക. എല്ലാവരും നോക്കുന്ന സ്റ്റേജിൽ വന്ന് ശോഭിച്ചു നിൽക്കുന്ന ഒരു തേജസ്സുള്ള പ്രാർത്ഥിക്കുന്ന വലിയൊരു ദൈവദാസനിൽ യേശുവിനെ കാണുക എന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്ത. എന്നാൽ യേശു പറയുകയാണ്, ഈ എളിയവർക്ക് വലിയ വിടുതലൊന്നുമില്ല. കടവും ഞെരുക്കവും കഷ്ടപ്പാടും ദുരിതവും ദുരന്തവും ഉള്ള വ്യക്തികളെ നോക്കുമ്പോൾ അവരിൽ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ചില മിനിസ്ട്രികൾ ചെയ്യാൻ കഴിയും. ആരോടൊക്കെയോ കർത്താവിൻ്റെ ആത്മാവ് ഇത് സംസാരിക്കുകയാണ്. എളിയവർക്ക് ചെയ്യുന്നത് ഇതായിരുന്നു പൗലോസിൻ്റെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത്. ഓടി നടന്ന് വചനം പറയുകയാണ്. അതാണ് നമ്മൾ 17-ാം അധ്യായത്തിൻ്റെ ഒടുവിലൊക്കെ നമ്മൾ കാണുന്നതും ഇതാണ്. ആ ഒടുവിലത്തെ വാക്യം, ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. എവിടെ പോയാലും മരിച്ചവരുടെ പുനരുത്ഥാനം, യേശു ക്രിസ്തു തന്നെ ക്രിസ്തു, ഇതൊക്കെയായിരുന്നു പൗലോസിന്റെ പ്രസംഗം. ഒത്തിരി പേര് പരിഹസിച്ചു. എന്നാൽ അത് 32-ാം വാക്യത്തിൽ, മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. മറ്റു ചിലർ, ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എവിടെ ചെന്നാലും യേശുക്രിസ്തുവിനെ തെളിയിക്കുവാൻ പൗലോസിന് കഴിഞ്ഞു. പത്രോസിനേക്കാൾ, യേശുവിനെ നേരിട്ട് ജഡത്തിൽ കണ്ട വ്യക്തികളെക്കാൾ പൗലോസിന് ഇത് കഴിഞ്ഞതിൻ്റെ കാരണം, പൗലോസ് കണ്ടത് യേശുവിനെയല്ല, പൗലോസ് കണ്ടത് ക്രിസ്തുവിനെയാണ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ്. നമ്മൾ കാണുന്നതും യേശു ക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പത്രോസിന്റെ പ്രസംഗം, ഒന്നാമത്തെ പ്രസംഗം, ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചെന്ന്. യേശുവിനെ കർത്താവും ക്രിസ്തുവുമായി നമ്മൾ അംഗീകരിക്കണം. അവിടെയാണ് രക്ഷാനിർണയം ഉണ്ടാകുന്നത്. യേശുവിനെ ക്രിസ്തുവായി കാണുക. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർ യേശുവിനെ കണ്ടെങ്കിൽ പിന്നീട് അവര് ഒരു 40 ദിവസം ക്രിസ്തുവിനെ കണ്ടു. പൗലോസ് കണ്ടത് ക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? ക്രിസ്തു എന്ന രൂപത്തിൽ യോഹന്നാൻ പത്മോസിൽ കണ്ടതുപോലെ ഇന്ന് നമുക്ക് ദാഹമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് കാണാൻ കഴിയും. അതിന് കണ്ണടച്ച് വെളിപ്പാട് മാത്രം കാണണ്ട, സ്വപ്നം വേണ്ട, ദർശനവും വേണ്ട. ബൈബിളിൽ അത് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ മുഴുവനും ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കാണുന്നില്ലേ? പുസ്തകം തുറക്കാൻ യോഗ്യനായിട്ട് ആരെയും കാണാഞ്ഞിട്ട് യോഹന്നാൻ വലിയ വായ കരഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, പേടിക്കണ്ട, വിഷമിക്കണ്ട, കരയണ്ട, ഒരുവൻ ജയം പ്രാപിച്ചു വന്നിട്ടുണ്ട്, അറുക്കപ്പെട്ട കുഞ്ഞാട്. ആ ഭാഗമെല്ലാം നമ്മുടെ ഭാവനയിൽ വന്നാൽ നമ്മുടെ കണ്ണുകൾ നിറയും. ജയവീരനായ കർത്താവ്. ഈ ഒരു വെളിപ്പാടാണ് പലരെയും ശക്തരായ സുവിശേഷകരാക്കിയത്. ഞാനിത് പറയുമ്പോൾ ആരുടെയൊക്കെ ജീവിതത്തിൽ അസാധാരണമായ സുവിശേഷ വാഞ്ച, യേശുവിനെ ഉയർത്താനുള്ള തീഷ്ണത കർത്താവ് പകരുകയാണ്. ഈ ഡിസംബറിന്റെ 2ാമത്തെ പകുതി മുതൽ നിങ്ങളുടെ വായിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം നിറയട്ടെ. യേശുവിൻ്റെ വെളിപ്പാട് കൊണ്ട് നിങ്ങൾ നിറയട്ടെ. യേശുവിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയട്ടെ. ശേഷിക്കുന്ന ചില ദിവസങ്ങൾ, 2 ആഴ്ച കൊണ്ട് ഒത്തിരി പേരെ കർത്താവിലോട്ട് തിരിക്കാൻ നിങ്ങളുടെ നാവിനെ, നിങ്ങളുടെ കൈകളെ, നിങ്ങളുടെ വാക്കുകളെ എല്ലാം കർത്താവ് അഭിഷേകം ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ടവരിൽ അസാധാരണമായ മാറ്റങ്ങളും ചലനങ്ങളും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അന്ത്യകാല ഉണർവിൻ്റെ ഒരു ഭാഗമായി സുവിശേഷത്തിൻ്റെ ശക്തി കൊണ്ട് ഇവർ നിറയട്ടെ. ആയിരങ്ങളെ സൗഖ്യമാക്കാനുള്ള ശക്തി ഇവർക്കുണ്ടാകട്ടെ.
ക്രൂശിന്റെ ദർശനമുണ്ടാകട്ടെ. പൗലോസ് കണ്ടതുപോലെ 3 സ്വർഗത്തോളമൊക്കെ എടുക്കപ്പെട്ട ആത്മവിവശതയിലുള്ള സ്വർഗീയ ദർശനങ്ങൾ ഈ 2 ആഴ്ചക്കുള്ളിൽ ഇത് കേൾക്കുന്നവർക്കെല്ലാം ഉണ്ടാകട്ടെ. ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. എനിക്കറിയാം ഇത് പറയുമ്പോൾ ആരൊക്കെയോ ഈ 2 ആഴ്ചക്കുള്ളിൽ അസാധാരണമായ കൃപകളും വരങ്ങളും പ്രാപിക്കാൻ പോവുകയാണ്. അതിനുള്ള പ്രാർത്ഥനയും വിശ്വാസവും നിങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കും. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. പൂർണ്ണ സുന്ദരനെ, എനിക്കുള്ളവനെ, സ്നേഹക്കോടിക്കീഴ് ചേർക്കുന്നോനെ, പ്രേമം വർദ്ധിക്കുന്നേ, പ്രാണനായകനെ, നിന്നിലേക്കെന്നെ വലിക്കണേ. പൂർണ്ണ സുന്ദരനെ, എനിക്കുള്ളവനെ, സ്നേഹക്കോടിക്കീഴ് ചേർക്കുന്നോനെ, പ്രേമം വർദ്ധിക്കുന്നേ, പ്രാണനായകനെ, നിന്നിലേക്കെന്നെ വലിക്കണേ. സഭ ചേർന്ന് പാടാമോ? പൂർണ്ണ സുന്ദരനെ, എനിക്കുള്ളവനെ, സ്നേഹക്കോടിക്കീഴ് ചേർക്കുന്നോനെ, പ്രേമം വർദ്ധിക്കുന്നേ, പ്രാണനായകനെ, നിന്നിലേക്കെന്നെ വലിക്കണേ. ചേർന്ന് പൂർണ്ണ സുന്ദരനെ, പൂർണ്ണ സുന്ദരനെ, എനിക്കുള്ളവനെ, സ്നേഹക്കോടിക്കീഴ് ചേർക്കുന്നോനെ, പ്രേമം വർദ്ധിക്കുന്നേ, പ്രാണനായകനെ, നിന്നിലേക്കെന്നെ വലിക്കണേ. യേശുവേ